ഹായ് ഹലോ. കഴിഞ്ഞ കൊല്ലം അതായത് 2024 ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് ഞങ്ങൾ ഉംറയ്ക്ക് പോയിരുന്നു കേട്ടോ. ഞങ്ങൾ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മ വാപ്പ അതേപോലെ ഹസ്ബൻഡ് പിന്നെ എൻ്റെ അനിയത്തി എൻ്റെ മോൻ, ഞങ്ങൾ ഒരു ഫാമിലി ആയിട്ട് ഞങ്ങൾ അൽസഹ്റ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പെരുമ്പാവൂർ അവരുടെ ആ ഗ്രൂപ്പിലാട്ടോ ഞങ്ങൾ പോയത്. ഞങ്ങൾ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ഒരു 9 മണിക്ക് ആയിരുന്നു ഫ്ലൈറ്റ്. രാവിലെ ഒരു 6 മണി ആ ടൈമിൽ ഞങ്ങൾ പോയി. അവിടെ എത്തി ദുആയൊക്കെ ചെയ്ത് ഒരു ഗ്രൂപ്പിൽ ഞങ്ങളൊരു 25ഓളം പേര് ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ മക്കയിലെത്തി, രാത്രിയോടെ മക്കയിലെത്തി. അന്ന് ഉംറ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഞങ്ങളിവിടുന്ന് പേടിച്ചാണ് പോയത്. ഒരു തണുപ്പൊക്കെ ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ചൂടുമില്ല ഭയങ്കര വെയിലും ഇല്ലാത്തൊരു ഒരു തണുപ്പൊന്നും അധികം ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ നല്ലൊരു പിന്നെ നമ്മുടെ കൂടെ പറഞ്ഞു തരാനായിട്ട് ഒരു ഉംറയിൽ ഒരു അമീർ ഉണ്ടായിരുന്നു. ആ ഉസ്താദും നമുക്ക് കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് എല്ലാവരുമായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ മലപ്പുറം ടീംസ് ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. എല്ലാ രാജ്യക്കാരും, ആഫ്രിക്ക അതേപോലെ തുർക്കി, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഒരുപാട് മലയാളികളെയും ഒക്കെ നമ്മൾ അവിടെ വെച്ച് കണ്ടുമുട്ടാൻ സാധിച്ച്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ത്വവാഫ്, ഹുദൈബിയ, ബദർ, ജഅറാന, അങ്ങനെ ഒരുപാട് ചരിത്രപരമായിട്ട് നമ്മൾ കേട്ട് പറയണ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റി. പിന്നെ സൗർ ഗുഹ അതേപോലെ ജബലുന്നൂറും ജബലുസൗറും ഞങ്ങൾക്ക് കയറാൻ പറ്റി. ജബലുന്നൂറിൽ ഞങ്ങൾ പെണ്ണുങ്ങളും ഒക്കെ എല്ലാവരും കൂടി കയറി. ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ. ഹൈറ്റിൻ്റെ നമ്മൾ മലയുടെ മേളിൽ കയറിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുന്ന വ്യൂ എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു മക്ക സിറ്റി മൊത്തം കാണാൻ പറ്റും, നമ്മുടെ ക്ലോക്ക് ടവറും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ തായിഫിൽ പോയി. തായിഫ് എന്ന് പറയുന്നത് നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഒരു പ്രത്യേക നമ്മുടെ ഈ നാട്ടിൽ നിന്നൊക്കെ ഒരു മൂന്നാർ പോകുമ്പോൾ കിട്ടുന്നൊരു ഇതുണ്ടല്ലോ, ഒരു തണുപ്പും അതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ ആയിട്ട് ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഈ തായിഫ് എന്ന് പറയുന്നത്. നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. ഷോപ്പും അതേപോലെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ കളറ് കാണണം. നല്ല സ്ട്രോബെറിയും എല്ലാ ഫ്രൂട്ട്സിനും ഒരു പ്രത്യേക കളറും പ്രത്യേക വലിപ്പവും ഒക്കെ ആട്ടോ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ജബലുന്നൂർ ഞങ്ങൾ പെണ്ണുങ്ങളൊന്നും കയറിയില്ല. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ വാപ്പ, അങ്ങനെ കുറച്ച് ഉസ്താദ്, അങ്ങനെ കുറച്ച് ആണുങ്ങൾ മാത്രമാട്ടോ സൗർ പോയത്. സൗർ എന്ന് പറയുമ്പോൾ ഭയങ്കര വഴിയൊക്കെ ഇങ്ങനെ കാണണം. കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ വഴികളാണ്. ഒരുപാട് ദൂരം നടക്കാനുണ്ട് ഈ കല്ലൊക്കെയുള്ള വഴികളിലൂടെയൊക്കെ ഒരുപാട് നടന്ന് നീങ്ങാനുണ്ട് കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. നമ്മൾ കയറിയ മേളിലെത്തുമ്പോഴത്തേക്കും ഔഷധിയാവും. അവിടെ ചെന്ന് ഗുഹയെ കണ്ട് നമ്മൾ അതിൻ്റെ അകത്തൊക്കെ ഇരുന്ന് വരുമ്പോൾ പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നമ്മൾ ഈ ഉംറയ്ക്ക് പോകുമ്പോൾ നമ്മുടെ മൈൻഡിൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ടെൻഷനും പ്രഷറും ഒക്കെയാണ്. പക്ഷെ നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോൾ നമ്മുടെ മൈൻഡ് ആകെ സെറ്റാണ്. ഒരു ചീത്ത ചിന്താഗതിയോ അല്ലെങ്കിൽ ഒരു മനസ്സിൽ ഒരു വേറൊരു ചിന്തയോ ടെൻഷനോ പ്രഷറോ ഒന്നുമില്ല. നമ്മൾ നല്ല റിലാക്സ് ആയിട്ടുള്ളൊരു മൈൻഡാട്ടോ നമ്മുടെ. അപ്പം നമുക്ക് നമ്മുടെ നാടിനെക്കുറിച്ചൊരു ഓർമ്മയില്ല. നമ്മൾ അവിടുത്തെ കാഴ്ചകളിലും എല്ലാം ഇങ്ങനെ മുഴുകി പോകുന്നൊരവസ്ഥയാട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഉംറ എന്ന് പറയുമ്പോൾ. ഞങ്ങൾ 10 ദിവസം മക്കയിലും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 4 ദിവസം മദീനത്തുമാണ് നിന്നത്. മദീനത്ത് ഭയങ്കര തണുപ്പാണെന്നൊക്കെ ആട്ടോ പറഞ്ഞത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മായും വാപ്പായും പോയിരുന്നു കേട്ടോ. അവർ ആദ്യമേ പോയി. അവർ ഞങ്ങൾ പോണേന് കുറച്ച് മുമ്പേ പോയി. ഞങ്ങൾ വെക്കേഷൻ ടൈം നോക്കിയിട്ടാട്ടോ പോയത്. അങ്ങനെയാണ് ഞങ്ങൾ ഡിസംബർ 25 എന്നൊരു ഡേറ്റ് കിട്ടിയിട്ട് ജനുവരി 9 ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ അതുകൊണ്ട് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡും ഉമ്മാനെയും വാപ്പാനെയും കണ്ടു. ഹസ്ബൻഡും ഉമ്മയും വാപ്പയും ആദ്യം മദീനത്ത് പോയിട്ടാണ് മക്കയിൽ വന്നത്. ഞങ്ങൾ ആദ്യം മക്കയിൽ പോയിട്ടാണ് പിന്നെ മദീനത്തേക്ക് പോയത് കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ദിവസം ഉസ്താദിൻ്റെ ദുആയും അതേപോലെ എല്ലാം ഉണ്ടായിരുന്നു.
അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മനസ്സിന് കിട്ടുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് വല്ലാത്തൊരിതാണ്. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം നമ്മൾ ദീനിനും ഇസ്ലാമിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് ആകെ സെറ്റാണ്. പിന്നെ എൻ്റെ മോൻ്റെ പരിപാടി എന്ന് പറയുന്നത് അവിടെ ഇഷ്ടം പോലെ പ്രാവുകളുണ്ട്, അതിനെ ഓടിക്കുക എന്നതാട്ടോ എൻ്റെ മോൻ്റെ ഒരു പരിപാടി. അതേപോലെ അവന് ഭയങ്കര തിരക്കാണല്ലോ, അവൻ കൈവിട്ട് പോവാതിരിക്കും. ഞങ്ങൾ ആമസോണിൽ നിന്നൊക്കെ ഒരു ബെൽറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 10 ദിവസം കഴിഞ്ഞ് നമ്മൾ 11ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് മദീനത്ത് പോയി, നബിയുടെ അടുക്കലിൽ പോയി. അവിടെയും നമ്മുടെ നബിയുടെ അടുക്കലൊക്കെ ചെന്ന് നമുക്ക് മനസ്സിന് പല പല ചരിത്ര ഭൂമികളിലൊക്കെ നമ്മൾ പോയിട്ടോ, ഒരു പ്രത്യേക മനസ്സിന് സുഖം കിട്ടി. എല്ലാവർക്കും, ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹജ്ജ് ഉംറ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും അതേപോലെ മനസ്സിലാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഹജ്ജ് ഉംറയും ചെയ്യാനായിട്ട് മക്കയിലും മദീനത്തും എത്താൻ പറ്റണേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.